ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കായമാണേ. ആ കായം ഇച്ചിരി കൂടുതൽ നമ്മൾ ചേർക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ പരിപ്പും കടലയും എല്ലാം കൂടെ ചെല്ലുമ്പോഴേ നമുക്ക് വല്ല ഗ്യാസോ അങ്ങനെയൊന്നും വരാതിരിക്കാനും പിന്നെ ഇച്ചിരി ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അതിന് ഈ കായത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ എടുത്തറിയണം. അതുപോലെ വേണം കായം ഇടാൻ വേണ്ടി. പിന്നെ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാവേ. ഇനി നമ്മൾ ഇതിന് വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ചെറുപയർ 2 വിസിലടുപ്പിച്ചും വെച്ചായിരുന്നു. ഇതിൻ്റെ ഈ അരയ്ക്കാനൊക്കെ എടുക്കുന്നതിൻ്റെ നേരത്തെ. അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് തേച്ചേക്കുന്നത്. നല്ലെണ്ണ തേക്കുന്നതാണ് നല്ലത്. പക്ഷേ വെളിച്ചെണ്ണയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. എപ്പോഴും നല്ലെണ്ണ കൊള്ളുകയല്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നേ. പിന്നെ നല്ലപോലെ ഒരു തവി ഒഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ പരത്തി വെച്ചിട്ട് പിന്നെ അത് വേകാൻ ഇച്ചിരി അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം നമുക്ക്. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സമയം പിടിക്കുമല്ലോ. ആ നേരത്തിന് നമുക്കിത്